ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മുഖത്തൊരു ക്ഷീണം? അത് ചൂടിന്റെ. എന്താ അമ്മ എന്താ ഇന്ന് നമുക്ക് ഒരു നാടൻ അവരക്ക കേട്ടോ. അമ്മ എന്താ തീവണ്ടിയാണോ ഇത്ര ചൂടാവാൻ? അമ്മ എന്താ തീവണ്ടിയാണ് ചൂടാവാൻ? കണ്ടില്ലേ, ഒന്ന് വേഗം അടുക്കളയിൽ നിന്ന് പോയാൽ മതി. അപ്പോൾ കടലപ്പരിപ്പ്, ഉള്ളിപ്പരിപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് നാളികേരം, മഞ്ഞൾ, ഉപ്പ്. അപ്പോൾ അതുപോലെ നമ്മൾ എണ്ണ വയ്ക്കാൻ പോവുകയാണ്. ശരിക്കും തണുപ്പ് സഹിക്കാൻ പറ്റും, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റില്ല. തുടക്കമാണ്. അപ്പോൾ ഇപ്പം എങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും ഈ കൊല്ലത്തെ ചൂട് അല്ലേ? അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ തോന്നും. ഉറപ്പായിട്ടും എന്തെങ്കിലും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അങ്ങോട്ട് പോവാം. പല മോരോ കഞ്ഞിയോ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ തന്നെ തോന്നും. അല്ല, ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ അടുക്കളയിൽ നിൽക്കാനാണ്. ഭയങ്കര ചൂട്. പിന്നെ പോരാത്തിന് എന്തൊക്കെ നമുക്ക് പുരോഗമനം വന്നാലും അടുക്കളയിലെ ചൂട് മാത്രം ഇങ്ങനെ വലിയ മാറ്റമൊന്നും വരാൻ വഴിയില്ല. എന്തായാലും ഈ അടുപ്പിൽ നിന്ന് വരുന്ന ചൂട് നമ്മൾ കൊള്ളു തന്നെ വേണ്ടേ? ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാൻ തോന്നും അല്ലേ? അപ്പം ആലോചിച്ച് നോക്കമ്മ, അമ്മ ഇടയ്ക്കുള്ള ഏത് നേരം അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ ഇപ്പം എന്തായിരിക്കുന്നു? ശരിക്കും പറഞ്ഞപ്പോ എന്തറിയോ, ഇത്തിരി കഞ്ഞി രാവിലെ വെക്കുക, രാവിലെ കഞ്ഞി കുടിക്കുക, രാത്രി ആണെങ്കിൽ അത്രയും നിൽക്കാൻ പറ്റില്ല എനിക്ക്. അല്ല, ഇത് കാണുമ്പോൾ തോന്നും പാവം, അങ്ങനെയൊക്കെ തോന്നും. എന്താ അറിയോ, ഇപ്പം കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെയും തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഏതാണ്ട് ഇതേപോലെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ എന്താ വ്യത്യാസം പറഞ്ഞാലേ, ഒരു സമയത്ത് നല്ലൊരു ക്ലൈമറ്റാണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഏതു നേരം ചൂടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർക്ക് അതങ്ങോട്ട് ശീലമായിപ്പോയി. നമുക്കങ്ങനെയല്ലല്ലോ. നമുക്ക് ഈ വേനൽക്കാലം വരുമ്പോഴുള്ള പെട്ടെന്നുള്ള ചൂട് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ടാവും. അത് വേറെ മഴയുണ്ടാവും അല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും. കൂടുതൽ മഴ പെയ്യുന്നൊരു സ്ഥലമൊക്കെ ആണല്ലോ. പിന്നെ പെയ്താൽ പിന്നെ നിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പം അമ്മ പറയും, മഴയെ നിനക്കൊന്ന് വന്നൂടെ, ഒന്ന് പെയ്തൂടെ. ഇന്നത്തെ ചൂടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം അമ്മയ്ക്ക്? ഇന്നലെ ഒരു ചാരൻ മഴ പെയ്തു. ഇപ്പോ അമ്പോ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞൊരു കാര്യം ചോദിക്കട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇതിനും കൂടി കൂടിയിട്ട് ഇതൊരു അങ്ങനെ ഇറക്കി ശരിയാകുമ്പോൾ നമുക്ക് അവരൊക്കെ ഈ അവ്യാര് ശരിക്കും ആരാമ? ആരാണ്? അവരൊരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാട്ടിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ ഈ ലോകത്തേക്ക് നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ പാട്ടുകളാണ്, ആ പാട്ടുകളിൽ ഓരോ പാട്ടുകളിലും ജീവിത തത്വങ്ങളുണ്ട്. അപ്പം അവർ പറഞ്ഞത് അവർ എഴുതിയൊരു വരികളുണ്ട് കേട്ടോ, പാട്ടല്ല, ഒരു വരികൾ. എന്ന് വെച്ചാൽ അവരത് പാട്ടായിട്ടാണ് പാടുക, നമുക്കതറിയില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ അമ്മയോട് പറഞ്ഞു തരാം. അതും ഇന്നത്തെ കാലഘട്ടം തമ്മിൽ എന്തെങ്കിലും ഒരു മാച്ച് ഉണ്ടോ എന്ന് പറയണം കേട്ടോ. അപ്പം ഇതിന് വെള്ളം ഒഴിക്കണ്ട. ഈ ഇളയ അവരൊക്കെയാണ് ഓരോരുത്തര് നാടനല്ലേ, അപ്പോൾ പെട്ടെന്ന് വേവും. ഇപ്പം ഞാൻ ചോദിക്കണത്, അവ്യാർ ഒരു പാട്ടിൻ്റെ വരികളോടെ നല്ല കട്ട തമിഴിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുവിധം തമിഴ് അറിയാനവർക്കൊന്നും മനസ്സിലാവില്ല. ആ പാട്ടും അങ്ങനെയാണ്, അതിൻ്റെ വരികളും അങ്ങനെയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില മനുഷ്യർ പൊൻകുടം പോലെയും പൊൻകുടം ചിലർ മൺകുടം പോലെയാണ്. അപ്പോൾ എന്താണ് ഈ പൊൻകുടം മൺകുടം എന്ന് പറയുമ്പോൾ അതിനാൾ അവർ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരാളെ സ്നേഹിക്കുകയാണ്, നിങ്ങൾ നമ്മൾ ഭയങ്കര സൗഹൃദ ബന്ധത്തിലാണ്,
അത് നിങ്ങളുടെ ബന്ധുവാവാം, കൂട്ടുകാരാവാം, ആര് വേണമെങ്കിലും ആവാം. അവർ തമ്മിലുള്ള ആ ബന്ധം ഇങ്ങനെ ഊർജ്ജമായിട്ട് ഇങ്ങനെ നിൽക്കണ കാലം വരെ, ഇപ്പം അമ്മേനെ കൊണ്ട് അവർക്കും അവരെ കൊണ്ട് അമ്മയ്ക്കും ഉപകാരമുള്ള കാലം വരെ നിങ്ങൾ നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്ത് നിങ്ങളെ എങ്ങനെ ചതിക്കാം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ വീഴ്ത്താം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ ബന്ധുവായാലും സുഹൃത്തായാലും ഇവർക്കുള്ളൂ. അപ്പോൾ ഈ മൺകുടം പൊൻകുടം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് പറഞ്ഞാൽ അതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം മഹാമുരുകഭക്തിയായ ജ്ഞാനപ്പഴം എന്ന് അങ്ങനെ തന്നെ വിളിക്കുക, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സകലതുമുള്ളൊരു വ്യക്തിയായ ആ മഹത്തായ അമ്മ എഴുതിയെടുക്കണത് ഒരിക്കലും തെറ്റുവരാൻ വഴിയുണ്ടോ? മുരുകൻ തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന അത്രയും മഹത്വമുള്ളൊരു വ്യക്തിയാണ് അവരല്ലേ. അവരൊക്കെ ഒരു ദേവിക്ക് സമാനമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർ പറഞ്ഞ മൺകുടവും പൊൻകുടവും, മനുഷ്യരിൽ മൺകുടവുമുണ്ട് പൊൻകുടവുമുണ്ട് എന്ന് വെച്ചാൽ ചിലർ പൊൻകുടം പോലെയാണ്. നിങ്ങളുടെ വീട്ടിൽ 2 കുടമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം 2 ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. ഈ പൊൻകുടം ഉടഞ്ഞ് പൊട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? പൊന്നന്നെയല്ലേ കിട്ടുക. ആ ഒടിഞ്ഞു കിടക്കുന്ന പൊൻകുടത്തിൽ അത് കൊഴിഞ്ഞു കിടന്നാലും അതിൽ കിട്ടുന്ന നിങ്ങൾക്ക് പൊന്നന്നെയല്ലേ. അതേപോലെ തന്നെ പുള്ളി വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ മൺകുടം ഉടഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എന്തെങ്കിലും കിട്ടുമോ? മണ്ണിൽ മണ്ണായി പോകും. അപ്പോൾ ഈ പൊൻകുടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലുള്ള വ്യക്തികളാണ്. അവരെങ്ങനെ അറിയോ? നമ്മളായിട്ട് പിണങ്ങി എന്തോ ഒരു കാരണവശാൽ നമ്മളായിട്ട് തെറ്റിപ്പിരിക്കും. ഒരിക്കലും നമ്മുടെ തിന്മ ആഗ്രഹിക്കില്ല. അവ പൊട്ടി തകർന്നു പോയാലും അത് പെറുക്കിയെടുക്കുമ്പോഴും പൊന്നായിരിക്കും. പക്ഷേ വെറും മണ്ണ്, അതിൻ്റെ ഭംഗി ഭയങ്കര ഭംഗിയായിരിക്കും. മണ്ണ് കൊണ്ട് ഉണ്ടാക്കി നല്ല പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് പൊട്ടിപ്പോയാൽ ആ മണ്ണോട് കടന്നു പോയിട്ട് ശരിക്കുള്ള മണ്ണ് ഏതാണ്, ഈ കുട ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് ഒരു അനുഭവമാണ്. ഇത്രയും ഒരു കുടം അനേകം പൊന്നായി മാറും. അപ്പം മൺകുടം വീണ്ടും മണ്ണായി മാറും. അതിനെ വീണ്ടും ചേർത്ത് ഉണ്ടാക്കിയിട്ട് വേണം ഒരു കുടം ഉണ്ടാക്കണമെങ്കിൽ. ഇത് ചേർത്ത് പിടിച്ചാലും നമുക്ക് എന്തോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാണ് മനുഷ്യരിൽ 2 വിധം, മൺകുടവും പൊൻകുടവും. ഈ പൊൻകുടം പോലെയുള്ള മനുഷ്യർ ഒരിക്കലും ഇനിയൊരാൾ നശിക്കട്ടെ എന്ന് വിചാരിക്കില്ല. അവരുള്ളിൻ്റെ ഉള്ളിൽ ഒരു കാലത്ത്, എന്നോ ഒരു കാലത്ത് എൻ്റെ സുഹൃത്തായിരുന്നു, എൻ്റെ ബന്ധുവായിരുന്നു, എനിക്ക് നന്മ ചെയ്തിരുന്നു, അവർ നന്നായിരിക്കട്ടെ എന്ന് പറയണതാണ് പൊൻകുടം. പൊന്നിൻ്റെ മനസ്സുള്ള ആൾക്കാർ. അവർ പൊട്ടിച്ചെതർന്നു പോയാലും അവർ പൊന്നന്നെയാണ്. മണ്ണ് അതെന്താ പറയുക, മൺകുടത്തിൽ കണ്ടിട്ടില്ല, ഈ മണ്ണ് കണ്ടിട്ടില്ലോ, വെള്ളം വലിച്ചെടുക്കും പറയും പോലെ. മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമിയിലല്ല ഞാൻ പറയണത് കേട്ടോ, മണ്ണ്. അതുകൊണ്ടുണ്ടാക്കിയ കുടം ഒന്നുമില്ലെങ്കിൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാൽ അതിലൊന്നും കിട്ടില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നശിച്ചു പോകണം, ഇവനൊരിക്കലും നന്നാവാൻ പാടില്ല. ഇതിനെപ്പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, എനിക്ക് പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ, കേട്ടതുള്ളൊരു കാര്യമാണ്, അനുഭവമുള്ളതാണ് കേട്ടത്. എന്താ പറയുക, ഒരു വ്യക്തി, ഒരു ആൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, അങ്ങനെ ഒരാൾ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കാൻ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, ഉണ്ടാവും. എൻ്റെ തന്നെ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും, അതെ എൻ്റെ അടുത്ത് ഇല്ല, മറ്റുള്ളവരുടെ സഹായത്തോടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണോ എന്ന് ആലോചിക്കും. അപ്പം അങ്ങനെ സഹായം ചെയ്തു അവർ. പക്ഷേ ആ സഹായം ചെയ്തു കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി, അവർക്കത് തിരിച്ചടിച്ചു. കാരണം സഹായം കിട്ടിക്കഴിഞ്ഞ് അവർ അതിൻ്റെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഈ സഹായം ചെയ്തവരുടെ ആയിട്ട് വലിയ ഒരു ഇതില്ല. കാരണം എന്താ പറഞ്ഞാൽ ആൾക്കാർ എപ്പോഴും അങ്ങനെയാണ്, ഉപകാരം ചെയ്തു കഴിഞ്ഞ് അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് അവരെ മറക്കണ ഒരു സ്വഭാവം, അതാണ് കൂടുതലും കാണപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ പറയുക, നിങ്ങൾ ഒരാൾക്ക് ഒരു ഭാഷ ഉപകാരം ചെയ്തു, പിന്നെ അവർ 10 ഭാഷ നിങ്ങളോട് ചോദിക്കും. ആ 10 ഭാഷ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഭാഷ ചെയ്ത ഉപകാരത്തെ മനുഷ്യൻ മറക്കുകയാണ്. അതാണ് സത്യം. അപ്പൊ എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് ആയിക്കോട്ടെ, അവരെന്തെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഉപകാരം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരാളായിട്ട് എപ്പോഴും നമ്മുടെ ഇണങ്ങി തന്നെ ഇരിക്കില്ല. ചിലപ്പോൾ ഒരു ചെറിയ പിണക്കങ്ങളൊക്കെ വരും. പക്ഷെ ആ പിണക്കങ്ങൾ വന്നാലും ശരിക്കും ആ ഉപകാരം പറ്റിയവർക്ക് എന്നും ഇവർ നല്ല മനുഷ്യരായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ, എൻ്റെ കഷ്ടത്തിന് എനിക്കൊരു സഹായം ചെയ്തവരാണല്ലോ, ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ചെറിയ നീരസം അവരിൽ നിന്ന് ഉണ്ടായാലും ഞാനതെൻ്റെ മനസ്സിൽ വെക്കാൻ പാടില്ല. അതിനെ നമ്മൾ
മറക്കണം. അവർ ചെയ്ത ആ ഉപകാരം നമുക്ക് ഓർക്കണം അല്ലേ? അത് പൊൻകുടം പോലത്തെ മനുഷ്യരായിരിക്കും. അതാണ് പറയുന്നത്. ഈ മൺകുടം പോലത്തെ മനുഷ്യരും പൊൻകുടം പോലത്തെ മനുഷ്യരും എങ്ങനെയാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടോ എന്റെ അമ്മ ക്യാച്ച് ചെയ്തത്? എന്റെ മൺകുടം പൊൻകുടക്ക് എത്ര ഉപകാരപ്പെട്ടു ഭഗവാനെ. അപ്പൊ എന്താ ഏതാണ് പൊൻകുടം ഏതാണ് മൺകുടം ഇപ്പൊ നമുക്ക് എങ്ങനെ അത് കാണുമ്പോ തിരിച്ചറിയാം. മനുഷ്യന്റെ കാര്യത്തില് അല്ല, കുടത്തിനെ തിരിച്ചറിയാം, പക്ഷെ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റില്ല. മനുഷ്യന്റെ ഉള്ള് മനുഷ്യരാണോ മൺകുടം പോലെയുള്ള മനുഷ്യരാണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അത് കുടം കണ്ടാൽ നമ്മൾ പറയാം ഇത് പൊൻകുടാണ് എന്ന് പറയാം, ഇത് മൺകുടാണ്. മനുഷ്യന്റെ ഉള്ളു കണ്ടാൽ മാത്രം പറയാൻ പറ്റും. മനുഷ്യന്റെ ഉള്ളു എങ്ങനെ കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ പറ്റില്ല. ഉള്ള പോലെ ആയിരിക്കും ഉള്ളിൽ നിന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പൊ എന്താ പറഞ്ഞാ ഇതില് ഒരു ഉപകാരം ചെയ്തു, ആ ഉപകാര സ്മരണ വേണ്ടേ? അവരെ കുറ്റം പറയുന്ന സമയത്ത് അവരുടെ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു മനസ്സാക്ഷി കുത്തുപോലും ഇല്ലാണ്ട് അവരെ കുറ്റം പറയാനും മറ്റുള്ളവരോട് അവരെ കുറിച്ച് അപവാദം പറയാനും ഒക്കെ മെനക്കെടുമ്പോ അത് നല്ല മനുഷ്യന്റെ ഉടമ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരമെങ്കിലും അവരിൽ നിന്നും പറ്റി അത് നമുക്ക് ഉപകരിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ അവരോട് ഉപകാര സ്മരണ കാട്ടിയില്ലെങ്കിലും ഒരു തിരസ്കാര മനോഭാവം പാടില്ലല്ലോ മറ്റുള്ളവരോട് പോയി അവരെ കുറിച്ച് കുറ്റം പറയും. അത് എന്ത് സ്വഭാവം എന്ന് പറയുക? ഇതിനൊക്കെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നമുക്ക് ആരും സഹായിക്കാനുള്ള മനസ്സുണ്ടാവില്ല. യഥാർത്ഥത്തില് ഈ സമൂഹം തന്നെ ഇന്ന് ആരെയും വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇന്ന് എങ്ങനെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിന്റെ ഒരു കാലചക്രത്തിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല, ഒരു വ്യക്തി സ്വന്തം ചോരേനെ ചുറ്റും കൊണ്ടടിച്ച് കൊല്ലുമ്പോൾ ഒരു മനസ്താപമോ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താൻ്റെ നാടായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനെ അതേപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തല്ലി കൊന്നപ്പോഴും ഇതൊരു ജീവനാണെന്നുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് എത്തിക്കൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ചു നോക്കൂ. ആ കൊന്നവൻ ആരൊക്കെ കൊന്നു? അതൊരു ഉമ്മ മാത്രം രക്ഷപ്പെട്ടു, ബാക്കിയുള്ളതൊക്കെ അവൻ്റെ ആരായിരുന്നു? സ്വന്തമായിരുന്നു, സ്നേഹിച്ച പെണ്ണുണ്ടായിരുന്നു അല്ലേ? അപ്പൊ സ്കൂൾ കുട്ടികളുടെ കാര്യം ഞാൻ പറയട്ടെ. പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ മാഷിന്റെ കയ്യിലോ ടീച്ചറുടെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടാവും അല്ലേ? ഒരു ചൂരലുണ്ടാവും. ആ ചൂരൽ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. അതുപോലെ മാഷ് ഒരു അടി അടിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും അല്ലെങ്കിൽ അച്ഛൻ പറയും, അതെ മാഷ് ഒരടി തന്നെ അടിച്ചോളൂ, ഒരു 4 അടി അടിക്കേണ്ടതാകുന്നു എന്ന് പറയും. പക്ഷെ ഇന്നിപ്പോ മാഷിന്റെ കയ്യിൽ ചൂരലുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ വടിവാടായിരിക്കും. മാഷ ചൂരലെടുത്താൽ കുട്ടികൾ വേറെ വല്ലതും എടുക്കും. അങ്ങനത്തെ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, ഇന്ന് മാഷ് എടുത്താൽ മാത്രമല്ല, ജന്മം നൽകിയ അപ്പനോ അമ്മ എടുത്താലും അപ്പോഴും അവർ പറയും ഞങ്ങളെ തല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആ ഒരു സംവിധാനം മാറണ വരെ മക്കൾക്ക് അച്ഛനമ്മേനെ പേടി വേണം, അതുപോലെ തന്നെ അധ്യാപകനെ പേടി വേണം. പുറമെ നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഉണ്ട്, അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട്, അമ്മയുടെ സുഹൃത്തുക്കളുണ്ട്, ഇവർ നമ്മളെ കാണാൻ പാടില്ല, അവനെ ഒളിച്ചിരിക്കുന്ന ആ കാലഘട്ടം പോയി. ആര് കണ്ട എനിക്കെന്ത്, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഉപകാര സ്മരണയില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് വീട്ടിൽ കാരണന്മാര് പറഞ്ഞു തരുന്നതല്ലാതെ സ്കൂളിൽ പോയ മാഷന്മാരും ടീച്ചർമാരും നമുക്ക് അറിവ് പകർന്നു തരും. ഇന്ന് എവിടെ അറിവ് പകർന്നു തരാൻ പറ്റും? അവരെന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അത് ഇങ്ങനെയല്ല, കുട്ടികളെ എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ മാഷന്മാരെ തല്ലാൻ പോണ കാലല്ലേ? പക്ഷെ അന്ന് അങ്ങനെയല്ല, ബഹുമാനം കൊണ്ടുള്ളൊരു ഭയമായിരുന്നു. കാരണം അവര് മക്കളെ നോക്കണ്ടാകുന്ന സ്വന്തം മക്കളെ പോലെ ആയതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥി നശിക്കാൻ പാടില്ലെന്ന ചിന്ത അവർക്കും, ഇതെൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ അച്ഛനമ്മേനെക്കാട്ടിലും ഇങ്ങോട്ട് ഞാൻ ബഹുമാനിക്കുകയും പേടിക്കുകയും വേണമെന്നുള്ള ചിന്ത വിദ്യാർത്ഥികൾക്ക് ഉണ്ടായതുകൊണ്ട് നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടു. എന്ന് ടീച്ചർമാരുടെയും മാഷന്മാരുടെയും കയ്യിലെ ചൂരല് നഷ്ടപ്പെട്ടോ അന്ന് എല്ലാ രീതിയിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെ വീട്ടിലും പഠിക്കാനില്ല, സ്കൂളിലും പഠിക്കാനില്ല, പിന്നെ എങ്ങനെയാണ് നല്ല മനസ്സിന്റെ ഉടമയായി വളരുക? പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തോടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സഹായിക്കണമെന്ന് തോന്നുന്ന വ്യക്തികൾ സഹായം മേടിക്കാൻ യോഗ്യരാണോ നമുക്കറിയില്ല. അതുപോലെ ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യന് മാത്രമല്ല ദൈവം പ്രത്യക്ഷപ്പെട്ട് ഞാനാണ് ദൈവം എന്ന് പറയുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് പോണൊരു ദിവസം വരും. അന്നാണ് കലിയുഗത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇത്രയും ക്രൂരകൃത്യങ്ങൾ സഹായിച്ചവരെയും കൂടി നന്ദിയില്ലാതെ ചെയ്യണ ഈ ഓരോ ഇൻസിഡൻസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കുമോ കലിയുഗത്തിൻ്റെ അവസാനം? അതുകൊണ്ട് ഇപ്പൊ എന്താ അറിയോ, നമ്മളോട് ആരൊക്കെ എന്തൊക്കെ സ്നേഹം കാട്ടി വന്നാലും നമുക്ക് വിശ്വാസം ഒരു നിമിഷം ചിന്തിക്കേണ്ടി വരും, ശരിയായിരിക്കോ അല്ലേ? ഇങ്ങനെ
ഒഴുകിയ പോലെ അവരൊക്കെ പെരുമാറിയാലും അവർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചിന്തിക്കണം. കാരണം സ്വന്തം മകൻ, ഉപ്പാപ്പനെ, ഉമ്മാമ്മനെ, ഇളയപ്പനെ, അതും മകനെപ്പോലെ നോക്കേണ്ട അനിയനെ, ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി അല്ലാന്ന് അയൽവാസികൾ മുഴുവൻ പറയുമ്പോൾ എന്താണ് വിശ്വാസം, എങ്ങനെയാണ് ജീവിക്കുക അല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തയും മനുഷ്യ പ്രവർത്തികളും മാറിയേ പറ്റും. പിന്നെ അമ്മ പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞു തരുന്നൊരു ഉപദേശം, നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവും, അല്ലെങ്കിൽ അമ്മ അത് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതെന്താ അറിയോ, ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു കുളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കുളത്തിൽ താമരയുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ നല്ല ഭംഗിയുള്ളൊരു കുളം. ആ കുളത്തിലേക്ക് മീൻ പിടിക്കാൻ മനുഷ്യർ വരും. എന്തിന്? ചെറിയ നീർക്കോലികളും ചേരകളും ഒക്കെ ഇര പിടിക്കാൻ, തവള പിടിക്കാനും മീനെ പിടിക്കാനും എല്ലാ വിറ്റങ്ങളും വരും. അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾക്ക് മനുഷ്യനടക്കം ദാഹം തീർക്കാനും ജീവിക്കാനുള്ള മാർഗം കാണിക്കാനും എല്ലാത്തിനും ഉള്ളതാണ് ആ സുന്ദരമായ കുളം. നല്ലൊരു വേനൽക്കാലം വന്നു. അമ്മ പറയില്ലേ, അയ്യോ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഓടിയാൽ മതി, ചാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഏത് നേരം കഞ്ഞി തരുന്നൊക്കെ അമ്മ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കുളം ഒരു ദിവസം വറ്റും. ഏത് കുളവും അറ്റ വേനൽക്കാലത്ത് വറ്റും. വളരെ ചുരുക്കം മാത്രമേ പറ്റാത്തതുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ പറന്ന് വന്ന പക്ഷികൾ മറന്നു പോകും. അവിടെ മീൻ പിടിക്കാൻ വരുന്ന ആ വഴിക്ക് തന്നെ വരില്ല. അവിടെ കുളിച്ച് നനച്ച് സന്തോഷം കൊണ്ട് പാട്ടും പാടി കുളിക്കുന്ന ആണും പെണ്ണും ഒന്നും ആ വഴിക്ക് തിരിഞ്ഞ് നോക്കില്ല. മനസ്സിലായില്ലേ? ആ തിരുമ്പിന കല്ല് ഉണങ്ങി തവിടും അല്ലെങ്കിൽ നനഞ്ഞ് നല്ല സോപ്പിൻ്റെ സുഗന്ധം അതിലടിക്കുന്നുണ്ടാവും. അതവിടെ ഉണ്ടാവില്ല. പറന്ന് വന്നതും ഇറന്ന് വന്നതും എന്ന് വെച്ചാൽ പാമ്പായാലും തവളയായാലും ഇതെല്ലാം അതിൻ്റെ വഴി നോക്കി പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? അവിടെ ഒരിക്കലും വഴിമാറാണ്ട് നിൽക്കണ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, ആ കുളത്തിലുണ്ടായ താമര, അത് ആ കുളം പറ്റി തൻ്റെ ജീവൻ പോവാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോലും അതിനെവിടേക്കും പോകാൻ പറ്റില്ല. ആ കുളമാണ് അതിൻ്റെ ജീവിതം. അതുപോലെ തന്നെ അതിലുള്ള ചില മീനുകൾ, അതാ മീനുകൾ വെള്ളം പറ്റി 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 അവസാനത്തെ തുള്ളി ഉള്ള വരെയും ഇനി ഏതാണ്ട് ആയുസ് കഴിയാൻ പോയി എന്ന് പറയുന്ന ആ നിമിഷം വരെയും ആ കുളം വിട്ട് അനങ്ങും പോലും ഇല്ല. അങ്ങനെ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും നമ്മളെ വിട്ട് പോകാത്ത, നമ്മളോട് വിശ്വാസം എങ്ങനെ ഉണ്ടാവണം? ഇപ്പം അമ്മയ്ക്ക് എന്നോട് എങ്ങനെ വിശ്വാസം ഉണ്ടോ, എനിക്ക് അമ്മയോട് എങ്ങനെ വിശ്വാസം ഉണ്ടാവണോ? അമ്മ ഒരു ഉപമ പറയുകയാണ്, കണ്ണാടി പോലെ ഇതാണ് എൻ്റെ മകൻ, ഇതാണ് എൻ്റെ അമ്മ എന്നുള്ള വിശ്വാസം പരസ്പരം ഇല്ലെങ്കിൽ ആ വിശ്വാസത്തിന് എന്ത് വിലയാണ് എടുത്ത്? കാട്ടിക്കൂട്ടുന്ന സ്നേഹങ്ങളൊന്നും സ്നേഹമല്ല. ആ താമരയും ആ മീനിനെയും നമ്മൾ ഓർക്കണം. ബാക്കിയെല്ലാം തിരിച്ചു പോയി. പാമ്പുകളുടെ വരവ് നിർത്തി. പാമ്പിനെ പോലെ ഇഴഞ്ഞു വന്നവനും നല്ല ഉഷാറായിട്ട് നടന്നു വന്നവനും കുടിച്ച് തുളസിക്കതിർ ചെടി ചൂടിപ്പോയവരും ഒന്നും ആ കുളത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. പറന്നു വന്ന പക്ഷികളൊന്നും പിന്നെ അവിടെ കണ്ടില്ല. പക്ഷേ അവിടെ തന്നെ ജീവിച്ച, അതാണ് സ്വർഗം, അതാണ് തൻ്റെ എല്ലാം, തൻ്റെ ലോകം മുഴുവനും അതാണ്. കാരണം അവർക്ക് കടലറിയില്ല, പുഴ അറിയില്ല, അറിയണ കുളം മാത്രമാണ്. അവിടെ ഉണ്ടായ ആ താമരപ്പൂവില്ലേ, അത് മരണം വരെ വിട്ടുപോയില്ല. അവിടെയുള്ള ചെറിയ ചെറിയ മീനുകളില്ലേ, ചെറുതും വലുതുമായത്, അത് മരണം വരെ വിട്ടുപോയില്ല. ആ കുളത്തിനത് സ്വന്തമാണ്. കാരണം എന്താ അറിയോ, തൻ്റെ ആത്മാവ്, തൻ്റെ ജീവിതം, തൻ്റെ സർവ്വതും അതിൽ സമർപ്പിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ചെറിയ ചെറിയ കുത്തുവാക്ക് കൊണ്ടും കൂടി നോവിക്കാൻ മനസ്സ് വരാതിരിക്കട്ടെ ഓരോ മനുഷ്യനും. അങ്ങനെയുള്ള ഓരോ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. അവരൊന്നും ജീവിതത്തിൻ്റെ അദൃഷ്ടങ്ങളാണ്. അവരാണ് ദൈവം നിങ്ങൾക്ക് തന്ന വരദാനം. അങ്ങനെ ചിലർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വരദാനത്തിന് ഇടംകാലം കൊണ്ട് ചവിട്ടാതിരിക്കുക. അങ്ങനെ ചിലർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്മരണയൊന്നും വേണ്ട, അവരുടെ മനസ്സ് നോക്കിക്കാണ്ടിരുന്നാൽ മതി. നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ആവട്ടെ, നമ്മൾക്ക് നമ്മുടെ കഷ്ടകാലത്തിന് ഒരു ഉപകാരം ചെയ്തെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അവരെ ഓർക്കണം. അല്ലാണ്ട് അവരെ കുത്തുവാക്ക് പറഞ്ഞിട്ടും അവരെ അപവാദം പറഞ്ഞിട്ടും അവരെ നോവിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഉപകാരം വേണ്ടി വരും. അപ്പൊ ഒരു മനുഷ്യനും അവരെ ഉപകരിക്കാൻ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒരു ഉപകാരം പറ്റിക്കഴിഞ്ഞാൽ അവരെ പുറംകാലം കൊണ്ട് തുഴച്ച മാതിരി പോയവര് വീണ്ടും ഒരു കഷ്ടം വരുമ്പോൾ അവരെ ഉപകരിക്കാൻ ഒരിക്കലും ദൈവം ഒരാളെ അവർക്ക് നിയോഗം കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും സ്നേഹം മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മളൊരിക്കൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവരെ വെറുക്കാൻ കഴിയുക? അതുപോലെ തന്നെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സ്നേഹം ഒക്കെ കൂടി അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു വരാൻ. മനുഷ്യരല്ലേ, അതൊക്കെ എല്ലായിടത്തും സഹജം. അച്ഛൻ, അമ്മ, മക്കള്, സഹോദരങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ. ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും. അത് പറഞ്ഞിട്ട് ശത്രുതാ മനോഭാവം ഒരിക്കലും പാടില്ല.
അവരുടെ നന്മ നമ്മളും ആഗ്രഹിക്കണം, നമ്മുടെ നന്മ അവരും ആഗ്രഹിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ ആ പരസ്പര പ്രാർത്ഥന ഉണ്ടാവണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുക. എന്നെന്നും മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ പൊൻകുടമായി മാറുക. ഒരിക്കലും ഉണ്ടാക്കിയെടുത്തൊരു മൺകുടം അത് പൊട്ടിപ്പോയാൽ അതിലൊന്നുമില്ല. ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് പൊൻകുടവും. നമ്മുടെ സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ. മാതാപിതാക്കൾ പറഞ്ഞു തരും, ഗുരുകാരന്മാർ പറഞ്ഞു തരും. അതിനെ എല്ലാം നമ്മൾ ചിന്തിച്ച് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തി നമ്മുടെ സ്വഭാവമൊക്കെ. അത് പൊൻകുടമായി മാറട്ടെ. ഒരിക്കലും പൊട്ടിച്ചേർന്ന് പോയി മണ്ണോട് കൂടിപ്പോണ ഒരുപാട് മൺകുലമാവാതിരിക്കട്ടെ. നീ വീണാലും പൊട്ടിയാലും എവിടെ കടന്നാലും നീ ആ പൊന്നായി തിളങ്ങണം. മറ്റുള്ളവരിനെ ദോഷം ചിന്തിക്കാത്ത ഓരോ മനസ്സും പൊൻകുടങ്ങളാണ്. അങ്ങനെ പൊൻകുടങ്ങളാവാൻ നിങ്ങൾ ശ്രമിക്കുക കഴിവതും. അപ്പൊ നിങ്ങളുടെ ജീവിതം എന്നും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പൊട്ടിച്ചെതറിയാലും പൊന്നിന്റെ കഷ്ണങ്ങളായിട്ടാണ് ചെതറുക. അല്ലെ, മൺകുടമാവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ മൺകുടമായിട്ട് പൊൻകുടമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ അവരൊക്കെ ഉപ്പേരി, സിമ്പിളായിട്ടൊരു ഉപ്പേരി. അത്ര ഈ വേനൽക്കാലമൊക്കെ അല്ലേ എന്താ നമ്മൾ ഉണ്ടാക്കുക. കുറെ മസാല ഫുഡൊന്നും കഴിക്കാനും ഇഷ്ടമില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക. വേനൽക്കാലം കഴിയുന്നവരെ കഞ്ഞിയായിരിക്കും മിക്കവാറും. അപ്പോൾ ഓക്കേ, ബൈ.